സൂര്യൻ തിരുമേനി തൻ്റെ മുറിയിൽ വളരെ അസ്വസ്ഥനായാണ് ഇരുന്നത്. തുറന്നു കിടന്ന ജനലിലൂടെ തറവാട്ടമ്പലവും എട്ടുകെട്ടും കാണാമായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തോ ഒരു അരുതായിക സംഭവിക്കാൻ പോകുന്നതായി മനസ്സ് മന്ത്രിക്കുന്നു. രാവിലെ തന്നെ തൻ്റെ ഇരട്ട സഹോദരൻ മനു മൂന്നാറിൽ നിന്നും വിളിച്ചിരിക്കുന്നു. അത്യാവശ്യമായി എന്തോ അവന് പറയാനുണ്ടത്രേ. വിശദമായി ഒന്നും പറയുവാൻ അവൻ കൂട്ടാക്കുന്നില്ല. എന്താകും അവന് തന്നോട് പറയുവാനുള്ളത്? അവൻ്റെ വാക്കുകളിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിച്ചു കളിക്കുന്നതായി സൂര്യൻ തിരുമേനിക്ക് തോന്നി. രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് യാത്ര തിരിക്കുമെന്ന് അവൻ പറഞ്ഞിരുന്നു. പിറവിയിൽ 5 മിനിറ്റിൻ്റെ വ്യത്യാസം ഉള്ളുവെങ്കിലും ജ്യേഷ്ഠനായി തന്നെ അവൻ തന്നെ കാണുന്നുണ്ട്. അവൻ്റെ ഓരോ സംസാരത്തിലും ആ ബഹുമാനം തനിക്ക് തരാറുമുണ്ട്. ഒരേപോലുള്ള രൂപമാണ് രണ്ടുപേരുടെയും. അതിനാൽ കൗമാരപ്രായത്തിൽ നടന്നിട്ടുള്ള പല പൊല്ലാപ്പുകളും അവൻ ഓർത്തു. തലമുറകളായുള്ള അണലിക്കാട്ടിലത്തെ മന്ത്രവാദ പാരമ്പര്യത്തിലെ അവസാന കണ്ണിയായുള്ളത് ഇപ്പോൾ താനാണ്. തറവാട്ടു മാന്ത്രികൻ എന്ന സ്ഥാനം തൻ്റെ കാലം കഴിഞ്ഞാൽ അടുത്ത അവകാശിയായി ഒരു നിമിത്തം പോലെ കുടുംബദേവിയുടെ തിരഞ്ഞെടുപ്പ് പോലെ സംഭവിക്കുകയായി. അതങ്ങനെ ഓരോ തലമുറകളായി അനസ്യൂയം തുടരുന്നു. എട്ടുകെട്ടിൻ്റെ മുന്നിലായുള്ള മാളികയിലാണ് തറവാട്ടു മാന്ത്രികന്മാർ പ്രശ്നപരിഹാര ക്രിയകൾ ചെയ്യാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് സൂര്യൻ തിരുമേനിയുടെ കണ്ണുകൾ ഗേറ്റിനരികിലേക്ക് മനുവിൻ്റെ വരവിനായുള്ള ആകാംക്ഷയോടെയുള്ള നോട്ടം എറിയുന്നുണ്ട്. അണലിക്കാട്ടില്ലത്തിൻ്റെ പേരും പെരുമയും ദേശങ്ങൾ കടന്ന് പല നാടുകളിലും അറിയപ്പെട്ടിരുന്നു. വളർന്നു പന്തലിച്ച ആ കുടുംബത്തിലെ അംഗങ്ങൾ പല ദിക്കുകളിലായി ചിതറിക്കിടക്കുന്നു. എങ്കിലും അണലിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കുടുംബാംഗങ്ങൾ എല്ലാവരും അവിടെ ഒരുമിക്കാറുണ്ട്. ദേശദേവിയാണ് അണലിക്കാട്ട് ഭഗവതി എന്നാണ് സങ്കല്പം. സർവൈശ്വര്യം ചൊരിയുന്ന ദുർഗാദേവിയും ഉഗ്രരൂപിണിയായ കരിങ്കാളി മൂർത്തിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന അപൂർവ പ്രതിഷ്ഠയാണ് കുടുംബക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആലംബഹീനരുടെ മുന്നിൽ അമ്മയായും അപരാധികളുടെ മുൻപിൽ കരിങ്കാളി മൂർത്തിയായുമുള്ള അപൂർവത അവിടെ മാത്രമുള്ളതായിരുന്നു. പഞ്ചഭൂതങ്ങളുടെ സാമീപ്യത്താൽ ചൈതന്യരൂപിണിയായ വനദുർഗാദേവിയെ മേൽക്കൂരയില്ലാത്ത തുറന്ന അമ്പലത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിയന്ത്രിക്കാനാവാത്ത വിധം ജനങ്ങൾ പല ദേശങ്ങളിൽ നിന്നും അവിടെ എത്താറുണ്ട്. അഭീഷ്ടവരദായിനിയായ ദേവിയെ ഭജിക്കുവാൻ ഓരോ ദിവസവും ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. സൂര്യൻ തിരുമേനിയുടെ ചിന്തകൾ മുഴുവനും വേറെവിടെയോ വിരാജിക്കുകയായിരുന്നു. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നതായുള്ള ദുസ്സൂചനകൾ തൻ്റെ മനോമുകുരത്തിൽ വിരിയുന്നുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ പലതും പ്രകടമാകുന്നുണ്ട്. ഇല്ലത്തിൻ്റെ മുഖവാതിലിനു മുന്നിലായി തൂക്കിയിരുന്ന നെൽക്കതിരുകൾ തൻ്റെ മുന്നിൽ വീണ് പൊട്ടിച്ചിതറിത്തെറിക്കുക, മച്ചിലൂടെ ഓടിക്കളിച്ച ഗൗളി താഴെ വീണ് തൻ്റെ കൺമുൻപിൽ പിടഞ്ഞു മരിക്കുക, അങ്ങനെ പലതും കാണുന്നു. ഉറക്കത്തിനിടയിൽ ശക്തമായ കരങ്ങൾ തൻ്റെ പിടലിയിൽ അമരുന്നതായി പതിവില്ലാതെ കുറേ ദിവസങ്ങളായി തോന്നുന്നു. കണ്ണാടിയിലൂടെ നോക്കിയാൽ കരിനീല നിറം പിടലിയിൽ കാണാവുന്നതാണ്. രാശിപ്പലകയിൽ വിതറുന്ന കവിടിമണികൾ തൻ്റെ നിയന്ത്രണത്തിലല്ല എന്ന് ചിലപ്പോൾ തോന്നും. കവിടിമണികൾ കശക്കിയെറിയുമ്പോൾ പലപ്പോഴും തൻ്റെ കണക്കുകൾ പിഴയ്ക്കുന്നതുപോലെ. കാലങ്ങളായി ഉപാസിക്കുന്ന കുടുംബദേവി എന്നും തുണയായുണ്ടാകുമെന്ന ചിന്തയാൽ ദുർചിന്തകളെ അയാൾ ആട്ടിയോടിച്ചു. പ്രശ്നത്തിനായുള്ള അടുത്ത ആളുടെ ഊഴത്തിനിടയിൽ സൂര്യൻ തൻ്റെ മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടു. മനസ്സിനുള്ളിലെ കരിനിഴൽ മറമാറ്റുക തന്നെ. ഇനിയും കുറേ ആളുകൾ ഊഴം കാത്ത് വെളിയിലുണ്ട്. ഒരു തിരിയിൽ തെളിഞ്ഞ നിലവിളക്കിൽ 2 തിരികളും കൂടി അയാൾ തെളിച്ചു. ദേവിക്ക് പ്രിയങ്കരമായ നറും നെയ്യ് അയാൾ വിളക്കിലേക്ക് ചൊരിഞ്ഞു. നറും നെയ്യുടെ മത്തുപിടിപ്പിക്കുന്ന സുഗന്ധം ആ മുറിയിൽ നിറഞ്ഞു തുളുമ്പി. രാശിപ്പലകയിലൂടെ തൻ്റെ മനസ്സിനെ മഥിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുക തന്നെ. ശ്രീപാർവതീ ദേവിയുടെ രൗദ്രരൂപമായ സിംഹത്തിനു പുറത്ത് സഞ്ചരിക്കുന്നവളും 16 കരങ്ങളുള്ളവളുമായ ദുർഗാദേവിയുടെ സ്വർണ്ണരൂപം അയാൾ ഹൃദയകമലങ്ങളിൽ പ്രതിഷ്ഠിച്ചു. അയാൾ ദേവീമന്ത്രം ചൊല്ലി. ആ പാതാരവിന്ദങ്ങളിൽ സകലതും സമർപ്പിച്ച് കവിടിമണികൾ കശക്കി അയാൾ രാശിപ്പലകയിൽ സമർപ്പിച്ചു. ദുർരാശിയിൽ വീണ കവിടിമണികൾ അയാൾ നോക്കിയിരുന്നു. കവിടികൾ ഒരിക്കലും കള്ളം പറയാറില്ല. വീണ്ടും അയാൾ കവിടിമണികൾ കയ്യിലെടുത്തു. ദേവീ സ്തുതികളോടെ അയാൾ വീണ്ടും കവിടിമണികൾ കശക്കി വീഴ്ത്തി.
മരണരാശിയിൽ കവിടിമണികൾ വീണിരിക്കുന്നു. ഇതുവരെയും കാണാത്ത ഒരു കാഴ്ച പോലെ. ആ കാഴ്ച കണ്ട് അയാൾ ഞെട്ടി. സൂര്യൻ തിരുമേനിയുടെ കണ്ണുകൾ കുറുകി. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നീലഞരമ്പുകൾ പിടഞ്ഞുകിടന്നു. നെറ്റിയിലൂടെ ഒഴുകി വന്ന വിയർപ്പുതുള്ളികൾ 2 പുരികത്തിലൂടെ ഒഴുകി കവിളിലേക്ക് പതിച്ചു. പെട്ടെന്ന് പരിസരത്തെവിടെ നിന്നോ ബലിക്കാക്കയുടെ ഉറക്കെയുള്ള ശബ്ദം ആവർത്തിച്ചു കേട്ടു. പ്രശ്നസമയത്ത് ബലിക്കാക്ക കരഞ്ഞാൽ കുടുംബത്തിൽ ഒരു മൃത്യു സംഭവിച്ചേക്കാം. സൂര്യൻ തിരുമേനി പെട്ടെന്ന് മുന്നിൽ അടുക്കി വച്ചിരുന്ന വെറ്റിലക്കെട്ടിൽ നിന്നും ലക്ഷണയുക്തമായ ഒരെണ്ണം കയ്യിലെടുത്തു. താമ്പൂലാഗ്രത്തിൽ ലക്ഷ്മീദേവിയും മധ്യഭാഗത്തായി സരസ്വതീദേവിയും കടയ്ക്കൽ കുടികൊള്ളുന്ന ജ്യേഷ്ഠാ ഭഗവതിയെയും മനസ്സിലോർത്ത് പ്രാർത്ഥനാനിരതനായി നിന്ന സൂര്യൻ തിരുമേനിയുടെ ചുണ്ടിൽ പിന്നീട് ഗൂഢമന്ത്രങ്ങൾ വിരിഞ്ഞു. മന്ത്രങ്ങളുടെ ഒടുവിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നു. മേശയുടെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന രഹസ്യ കരിമഷി അയാൾ ശ്രദ്ധയോടെ ആ വെറ്റിലയിൽ തേച്ചു പിടിപ്പിച്ചു. താമ്പൂലത്തിൽ പതിപ്പിച്ച കരിമഷിയിൽ കാഴ്ചകൾ തെളിയുന്നതയാൾ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. മനുവും ബാക്കി എല്ലാവരും കാഴ്ചയിൽ തെളിഞ്ഞു വന്നു. പെട്ടെന്ന് ഒരു അപകട സൂചന അയാളിലുണ്ടായി. തന്റെ അരയിലെ നരസിംഹ ഏലസ് ഒരു ഇരുമ്പ് കമ്പി പഴിപ്പിച്ച് ശരീരത്തിൽ വെക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്നു. ഇനി വൈകിക്കൂടാ. അടച്ച വാതിൽ അയാൾ വലിച്ചു തുറന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ അയാൾ ദേവീ സന്നിധിയിലേക്ക് പാഞ്ഞു. ദേവീപാദത്തിനരികിൽ അയാൾ കമിഴ്ന്നു വീണു. സാഷ്ടാംഗം വീണ് കിടന്നയാൾ ദേവീമന്ത്രം കണ്ണീരോടെ ഉരുവിട്ടു. പെട്ടെന്ന് ശ്രീകോവിലിനുള്ളിൽ നിന്നും ഒരു അപാരമായ ശോഭ വെളിയിലേക്ക് വ്യാപിച്ചു. ഏറ്റുമാനൂർ എത്താറാകുന്നു. മനു വാച്ചിലേക്ക് നോക്കി. സമയം 5:30 PM ആകുന്നു. കാർത്തികേയൻ വെളിയിലുള്ള കാഴ്ചകൾ കണ്ടിരിക്കുന്നു. ജോമോൻ ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷെറിനും ആരോമലും നല്ല ഉറക്കത്തിലാണ്. ദേവീമന്ത്രം മനുവിന്റെ ചുണ്ടിൽ പതിഞ്ഞ ശബ്ദത്തിൽ ഉതിരുന്നുണ്ടായിരുന്നു. ഹോളി മേരി ചാപ്പൽ കഴിഞ്ഞുള്ള വളവിൽ സംഭവിച്ച കാര്യമോർത്തപ്പോൾ അയാളുടെ സിരകളിലൂടെ ഒരു വൈദ്യുതാഘാതം കടന്നുപോയി. നടുക്കം വിട്ടുമാറുന്നില്ല. മരണത്തിനും ജീവിതത്തിനുമിടയിലുണ്ടായ ഒരു ഭീകര നിമിഷം. ആ ഭീകരരംഗം മുന്നിൽ കണ്ടിട്ടും തനിക്കൊരു രക്ഷയുടെ മതിലായി കൂടെയുള്ള കാർത്തികേയനെ മനു നോക്കി. പാവം, എത്രയോ ദിവസങ്ങളായി അയാൾ രക്ഷകനായി കൂടെയുണ്ട്. ആ ഭീകരനായ നായയെ കണ്ട മാത്രയിൽ തന്നെ തന്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടമായി. അയാൾ നടന്നതെല്ലാം മെല്ലെ ഓർത്തെടുത്തു. ആ ജന്തുവിന്റെ തീവ്രമേറിയ നോട്ടത്തിൽ തന്റെ ഓർമ്മകൾ തന്നെ മാറി മറിഞ്ഞുപോയി. ആ സമയം താൻ എവിടെയെന്നു പോലും മറന്നു. ശൂന്യമായ ചിന്താമണ്ഡലം. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പാഞ്ഞത് വലതുവശത്തായുള്ള അഗാധ ഗർത്തത്തിനരികിലേക്കായിരുന്നു. കാർത്തികേയന്റെ ഉറയ്ക്കുള്ള കരച്ചിലിലാണ് താൻ ബോധമണ്ഡലത്തിലേക്ക് തിരികെ എത്തിയത്. അപ്പോഴേക്കും കാർ ഗർത്തത്തിൽ പതിക്കാറായി. ഇനി മരണം മാത്രം. പെട്ടെന്നാണ് സംഭവിച്ചത്. ഒരു തീവ്രതയേറിയ വെളിച്ചം കാറിനെ പൊതിയുന്നു. അസംഖ്യം ഫ്ലാഷ് ലൈറ്റുകൾ മിന്നും പോലെ. പെട്ടെന്ന് അഗാധതയിലേക്ക് പതിക്കുവാൻ തുടങ്ങിയ കാറിനെ താങ്ങി നിർത്തിയതുപോലെ. കാർ അന്തരീക്ഷത്തിൽ നിൽക്കും പോലെ. ആ കാഴ്ച കണ്ട് ഡ്രൈവർ സീറ്റിലിരുന്ന മനുവിന്റെ രക്തം മരവിച്ചുപോയി. മഞ്ഞുമൂടി താഴെയുള്ള കാഴ്ചകൾ മറയ്ക്കുന്ന അഗാധമായ ഗർത്തം. അയാളിൽ നിന്നും ദീർഘനിശ്വാസം ഉയർന്നു. എല്ലാം കൈവിടുന്നു എന്ന് മനസ്സിലായപ്പോൾ എങ്ങനെയും തങ്ങളെ നശിപ്പിക്കുവാനുള്ള അവന്റെ പുറപ്പാട്. ആ ശക്തമായ വെളിച്ചം എവിടെ നിന്ന് വന്നതാകാം? നൊടിയിട കൊണ്ട് കാർ എങ്ങനെ നിന്നു? കാർ ഏറ്റുമാനൂർ അമ്പലത്തിന് മുന്നിലായി എത്തി. അയാൾ ചിന്താലോകത്തു നിന്നും ഉണർന്നു. മനു അമ്പലത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കാർ ഓടിച്ചു കയറ്റി. വണ്ടി നിർത്തി ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി ചരിത്രങ്ങൾ ഉറങ്ങുന്ന മഹാക്ഷേത്രത്തിലേക്ക് അവൻ കണ്ണുകൾ പായിച്ചു. രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ഇവിടുത്തെ ആരാധന. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രവും. ബലിക്കൽപുരയിലെ വലിയ ബലിക്കല്ലിനു മുന്നിലുള്ള കെടാവിളക്ക് കൊല്ലവർഷം 720 ഭഗവാനിൽ നിന്നും സ്വയം ജ്വലിച്ചതാണെന്ന് ഐതിഹ്യം പറയുന്നു. തടിയിൽ പൊതിഞ്ഞ സ്വർണത്തിൽ തീർത്ത വലിയ 7 ആനകളും ഒരു കുട്ടിയാനയും കൂടുന്നതാണ് 7.5 പൊന്നാന. 7.5 പൊന്നാനയെ തിരുവിതാംകൂർ മഹാരാജാവായ രാമവർമ്മ നടക്കൽ വെച്ചതാണ്.
കുംഭമാസത്തിലെ 8-ാം ഉത്സവ ദിവസം ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന അവസരത്തിൽ ഭഗവാനോടൊപ്പം തന്നെ 7.5 പൊന്നാനിയെയും എഴുന്നള്ളിച്ച് ഇരുത്താറുണ്ട്. ഈ സമയം ലോകമെമ്പാടുമുള്ള ഭക്തർ എത്ര കഷ്ടപ്പെട്ടും തിരുനടയിൽ എത്താറുണ്ട്. 8 കരങ്ങളിലായി ശൂലം, മഴു, വാൾ, അമ്പ്, വില്ല്, ഉടുക്ക്, കപാലം, പരിച എന്നിവയേന്തി 3-ാം തൃക്കണ്ണിൽ നിന്ന് അഗ്നി വർഷിച്ചു നിൽക്കുന്ന ഭഗവാന്റെ അഘോര രൂപം ലോകത്ത് ഇവിടെ മാത്രമേ ദർശിക്കാൻ കഴിയൂ. മനുവും കാർത്തികേയനും മുന്നിലായി നടന്നു. ഷെറിൻ ആരോമലിനെ നടത്തിയാണ് കൊണ്ടുപോയത്. കൈകാലുകൾ ശുദ്ധമാക്കുവാൻ അവർ 4 പേരും ക്ഷേത്രക്കുളം ലക്ഷ്യമാക്കിയാണ് നടന്നത്. ക്ഷേത്ര പരിസരത്തെ തിരക്കിലൊന്നും പെടാതെ ജോമോൻ ആൽത്തറ ലക്ഷ്യമായി നടന്നു. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ കണ്ട് അവൻ ആൽത്തറയിലിരുന്നു. തോളിൽ ഒരു കൈ വന്നു തട്ടുന്നതായി ജോമോനു തോന്നി. ജോമോൻ ആ കൈകളിലേക്ക് നോക്കി. പിന്നെ ആ മുഖത്തേക്കും നോട്ടം ചെന്നു പതിച്ചു. അത്ഭുതത്താൽ അവന്റെ നയനങ്ങൾ വിടർന്നു. അന്ന് മൂന്നാർ യാത്രയിൽ തന്നെ ബസ്സിൽ വെച്ച് കണ്ട ആ സന്യാസി. തിളങ്ങുന്ന നിരയൊത്ത പല്ലുകൾ കാണിച്ച് അദ്ദേഹം ഹൃദ്യമായി ചിരിക്കുന്നു. ഒരു കൈയിൽ കടലാസ് കുമ്പിളിൽ നിറയെ വറുത്ത നിലക്കടല. ആ പൊതി ജോമോനു നേരെ അദ്ദേഹം നീട്ടി. ജോമോൻ, നീ എന്നെ ഓർക്കുന്നുണ്ടോ? സന്തോഷത്തോടെയുള്ള ചിരിയോടെയാണ് അദ്ദേഹം ചോദിച്ചത്. വിശ്വസിക്കാനാവാതെ അവൻ തലയാട്ടി. വാക്കുകൾക്ക് വേണ്ടി അവൻ പരതി. അങ്ങ് ഇവിടെ? ഒടുവിൽ അവൻ എങ്ങനെയോ ചോദിച്ചു. അദ്ദേഹം അവന്റെ അരികിലേക്ക് വന്നിരുന്നു. അഭൗമ്യമായ സുഗന്ധം അവിടെ പടർന്നൊഴുകി. തേജോമയമായ അദ്ദേഹത്തിന്റെ യോഗ നയനങ്ങളിലേക്ക് ജോമോൻ നോക്കിയിരുന്നു. മനസ്സ് വായിക്കാൻ അറിയാവുന്ന മഹാനായ ആ യോഗി കാന്തിക മിഴികളിലൂടെ അലിവോടെ ജോമോനെ നോക്കിക്കണ്ടു. ലാളനയോടെ അവന്റെ നെറുകയിൽ അദ്ദേഹം തലോടി. പിന്നീട് ജോമോന്റെ കഴുത്തിലെ കറുത്ത ചരടിൽ അണിഞ്ഞിരുന്ന രുദ്രാക്ഷക്കായിൽ അദ്ദേഹം മെല്ലെ സ്പർശിച്ചു. അപ്പോൾ അവനിലൂടെ ഒരു ശക്തി സന്നിവേശിക്കുന്നതായി ജോമോനു തോന്നി. നിനക്ക് ഞാൻ ആരാണെന്നാണ് അറിയേണ്ടത്, അല്ലേ? ആ പാതിരി എല്ലാം പറഞ്ഞില്ലേ? അദ്ദേഹം കുറെ നേരം ചിരിച്ചു. പിന്നീട് ആ മുഖത്ത് ഗൗരവം പ്രകടമാകുവാൻ തുടങ്ങി. ആ കണ്ണുകൾ തിളങ്ങി. കാലങ്ങളായി ഭൂമിയുടെ രക്ഷയ്ക്കായി സൂക്ഷിക്കപ്പെട്ട ആ മഹാകാലയന്ത്രമെന്ന അമൂല്യ ഗ്രന്ഥം ഇപ്പോൾ വീണ്ടെടുക്കാനായില്ലെങ്കിൽ സൗരയൂഥ പദത്തിലെ ഒരു ധൂളിയാകുവാൻ ഭൂമിയെന്ന ഗ്രഹത്തിന് ഇനി അധികകാലം ഉണ്ടാകില്ല. ഭൈരവന്റെ ഉന്മൂലനാശത്തിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. ഞങ്ങൾക്ക് ഹിമാലയത്തിലെ ഗ്ലേഷ്യറുകളിൽ വസിക്കുന്ന മഹാഗുരുക്കന്മാരുടെ അടുത്ത് അത് എത്തിച്ചേ പറ്റൂ. അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് ഞങ്ങൾ അറിയുന്നു. അദ്ദേഹം ജോമോന്റെ കണ്ണുകളിൽ നോക്കിയാണ് പറഞ്ഞു നിർത്തിയത്. ആ കണ്ണുകളുടെ ആകർഷണ ശക്തി ജോമോനിൽ ലയിച്ചു. ജോമോന്റെ ഇരുനയനങ്ങളും മെല്ലെ അടയുവാൻ തുടങ്ങി. ജോമോൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മനുവിന്റെ ശക്തമായ തട്ടലിലാണ് ജോമോൻ ഉണർന്നത്. സന്ധ്യാദീപത്തിൽ കുളിച്ചു നിന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ സുന്ദരമായ ദൃശ്യം അതീവ മനോഹരമായിരുന്നു. ജോമോൻ ജാള്യതയോടെ ചാടി എഴുന്നേറ്റു. താൻ കണ്ട കാഴ്ച സ്വപ്നമായിരിക്കുമോ? വ്യക്തമായും ആ താപസനെ കണ്ടത് തന്നെയാണ്. അവരോടാരോടും അക്കാര്യം അവൻ മിണ്ടിയില്ല. കാർ അണലിക്കാട്ട് ഇല്ലത്തിന്റെ മരഗേറ്റിന് മുന്നിലായി നിന്നു. കാർത്തികേയൻ ഇറങ്ങി ഗേറ്റ് തുറന്നു. മുഖവാതിലിന് മുന്നിലായി സൂര്യൻ തിരുമേനി തങ്ങളുടെ വരവും കാത്ത് അക്ഷമനായി ഉലാത്തുന്നുണ്ട്. കാർ അകത്തേക്ക് പ്രവേശിച്ചു. ഗേറ്റ് അടയ്ക്കുവാൻ കാർത്തികേയൻ ഗേറ്റിനരികിലേക്ക് നടക്കുന്നത് മനു റിവ്യൂ മിററിലൂടെ കണ്ടു. അയാൾ 8കെട്ടിനരികിലേക്ക് കാർ ഓടിച്ചു. പെട്ടെന്ന് കാർത്തികേയന്റെ ഒരു അലർച്ച ശബ്ദം അവിടെ മുഴങ്ങി. കാർത്തികേയന്റെ ഉറക്കെയുള്ള നിലവിളി ശബ്ദം കേട്ട് സൂര്യൻ തിരുമേനി ഒഴിച്ച് ബാക്കി എല്ലാവരും നടുങ്ങിത്തരിച്ചു നിന്നു. അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുവാൻ മുതിർന്ന മനുവിനെയും ജോമോനെയും സൂര്യൻ തിരുമേനി കൈകൾ ഉയർത്തി വിലക്കി. ഭയത്തോടെ നിന്ന ഷെറിനോട് ആരോമലിനെ സുരക്ഷിതമാക്കി വീടിനുള്ളിലേക്ക് കയറുവാൻ നിർദ്ദേശിച്ച അദ്ദേഹം ഗേറ്റിനരികിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു. മനുവും ജോമോനും പിന്നാലെയായി അദ്ദേഹത്തോടൊപ്പം ഓടിയെത്തി. ഗേറ്റിനരികിലെത്തിയ അവർ കണ്ട കാഴ്ച രക്തമുറയുന്നതായിരുന്നു. നിലത്തു വീണുകിടക്കുന്ന കാർത്തികേയൻ,
അവന്റെ നെഞ്ചിൻ കൂടിൽ ബലിഷ്ഠമായ മുൻകാലുകൾ ചവിട്ടി നിന്ന് പിടലിഞ്ഞരമ്പ് കടിച്ചു മുറിക്കുന്ന ഭീകരൻ നായ. ആ നായയുടെ കടിച്ചുള്ള ഓരോ കുടച്ചിലും പ്രാണവേദനയിൽ കാർത്തികേയൻ പിടയുന്നുണ്ട്. ആ ഭീകര കാഴ്ച കണ്ട് ജോമോൻ ഉറക്കെ കരഞ്ഞു. അപ്പോൾ ആ നായ കാർത്തികേയന്റെ പിടലിയിലെ കടിവിട്ട് തലയുയർത്തി അവരെ മൂവരെയും തീപാറുന്ന നയനത്തോടെ നോക്കി. അതിന്റെ ദേഷ്യത്തോടെയുള്ള മുറുമ്മൽ പേടിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ആ ജന്തുവിന്റെ തേറ്റാപ്പല്ലിലൂടെ തറയിലേക്ക് രക്തം കിനിയുന്നുണ്ടായിരുന്നു. സൂര്യൻ തിരുമേനി ആ കാഴ്ച കണ്ട് നിമിഷനേരം നിന്നു, തെല്ലും പതറാതെ. അദ്ദേഹത്തിന്റെ നേത്രങ്ങൾ പാതി അടഞ്ഞു. ദുർഗാമന്ത്രത്തിന്റെ മനഃപ്പാഠമാക്കിയ താളിയോല ലിഖിതങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ഠനാളത്തിൽ നിന്നും ഉതിർന്നു. അദ്ദേഹം വലം കൈയുടെ മുഷ്ടി ശക്തിയായി ചുരുട്ടിപ്പിടിച്ചു. അപ്പോൾ കാർത്തികേയനെ പിടിവിട്ട് ആ നായ നിവർന്നു നിന്നു. ആ നായ ക്രൂരതയേറിയ നയനത്തോടെ അവരെ മൂവരെയും മാറി മാറി നോക്കി. ആ ജന്തുവിന്റെ മുഖത്തു പറ്റിയ രക്തത്തുള്ളികൾ നീണ്ട ചുവന്ന നാവ് നീട്ടി അത് രുചിയോടെ ഞൊട്ടി നുണഞ്ഞു. അതിന്റെ പിൻകാലുകൾ മടക്കി വാല് ചലിപ്പിച്ചു. ആ ജന്തു അവരിലേക്ക് കുതിക്കുവാൻ തയ്യാറെടുക്കും പോലെ അവരിലേക്ക് കുതിക്കുവാനുള്ള സർവശക്തിയും സംഭരിച്ച് ആ ജന്തു പിന്നോട്ടാഞ്ഞു. എന്തും സംഭവിക്കാവുന്ന നിമിഷം. രക്തത്തിൽ കുളിച്ച കാർത്തികേയൻ നടുവഴിയിൽ കിടന്ന് പിടയുന്നു. സൂര്യൻ തിരുമേനി കണ്ണുകൾ തുറന്നതും നായ അവരെ ലക്ഷ്യമാക്കി കുതിച്ചു ചാടിയതും ഒരേ സമയത്തായിരുന്നു. സൂര്യൻ ശക്തമായി മടക്കിയിരുന്ന മുഷ്ടി തുറന്നു. അദ്ദേഹത്തിന്റെ കരതലത്തിൽ നിന്നും ജ്വലിക്കുന്ന ഒരു നീല വെളിച്ചം കുതിച്ചു ചാടിയ ആ നായയെ ലക്ഷ്യമാക്കി പാഞ്ഞു. നായയുടെ ശരീരത്തിൽ ആ വെളിച്ചം ആഞ്ഞടിച്ചു. ഉച്ചത്തിലുള്ള മോങ്ങലോടെ ലക്ഷ്യം പിഴച്ച നായ തറയിലേക്ക് തെറിച്ചു വീണു. വീണ്ടും ആ നായ ഉരുണ്ടു പിരണ്ട് എണീറ്റു. ഇനിയും ഒരു ആക്രമണത്തിന് തയ്യാറായി. ശക്തി പരീക്ഷണം എന്നോട് വേണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകുക. ആ നായയുടെ ശരീരം ഞാൻ നശിപ്പിച്ചാൽ ആത്മാവിന് പോലും മോക്ഷമില്ലാതെ ജന്മാന്തരത്തോളം അലയേണ്ടി വരും. സൂര്യൻ തിരുമേനി ആ നായയെ നോക്കി അലറിയാണ് പറഞ്ഞത്. സൂര്യൻ തിരുമേനി ശക്തമായ മഹാമന്ത്രം വീണ്ടും തുടങ്ങും മുൻപായി ആ നായ ഭയപ്പാടോടെ പുറകോട്ട് പിന്മാറി. പിന്നീട് ആ ജന്തു ഇരുളിലേക്ക് ഓടിമറഞ്ഞു. പെട്ടെന്ന് ആകാശച്ചെരുവിലെവിടെയോ കാതടപ്പിക്കുന്ന ഒരു വെള്ളിടി വെട്ടി. ആ ശബ്ദം അവിടെ പ്രകമ്പനം കൊണ്ടു. ശക്തമായ കാറ്റ് അവിടാകെ വീശിയടിച്ചു. ഇലവളപ്പിലെ കൊന്നത്തെങ്ങുകൾ ആ കാറ്റിൽ ആടി ഉലഞ്ഞു. തലങ്ങും വിലങ്ങും മിന്നൽ വർഷം ചിറകു വിരിച്ച് സംഹാര താണ്ഡവമാടി. നോക്കി നിൽക്കെ സമീപത്തുള്ള ഒരു തെങ്ങിൻ മണ്ടയിൽ ഒരു മിന്നൽ പിണർ പതിച്ചു. ആ തെങ്ങിലെ ഓലകൾ കത്തി വായുവിലൂടെ താഴേക്ക് പതിച്ചു. ജോമോനും മനുവും രക്തത്തിൽ കുളിച്ചു പിടയുന്ന കാർത്തികേയന്റെ അരികിലേക്ക് പാഞ്ഞെത്തി. കാർത്തികേയന്റെ അരികിലെത്തി അവർ കണ്ടത് വയറ് കീറി ആന്തരികാവയവങ്ങൾ വെളിയിൽ ചാടുമെന്ന നിലയിൽ വയറിലും മുറിവ് പറ്റിയ കാർത്തികേയനെ ആയിരുന്നു. മനു കാറിനരികിലേക്ക് ഓടി. വയറിനു മുകളിൽ ഒരു തുണി അമർത്തിക്കെട്ടി കാർത്തികേയനെ അവർ രണ്ടുപേരും ചേർന്ന് താങ്ങിയെടുത്ത് കാറിൽ കയറ്റി. കാരിത്താസ് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി മനു കാർ പായിച്ചു. സൂര്യൻ തിരുമേനി ഒരു കൊടുങ്കാറ്റ് പോലെ പൂജാമുറിയിലേക്ക് പാഞ്ഞു. പൂജാമുറിയുടെ വാതിൽ അദ്ദേഹം കൊട്ടിയടച്ചു. കാർത്തികേയൻ കണ്ണുകൾ തുറന്നു. ഒന്നും മനസ്സിലാകാതെ ഭയവിഹ്വലനായി അയാൾ ചുറ്റുപാടും നോക്കി. ഇലക്ട്രോണിക് മെഷീനുകളുടെ ബീപ്പ് ശബ്ദം അവിടെ ആകെ മുഴങ്ങുന്നുണ്ട്. ശരീരം മുഴുവനും വേദനയാൽ അയാൾ പിടഞ്ഞു. കൈകൾ അവൻ ചലിപ്പിക്കുവാൻ നോക്കി. അവൻ അരികിലായി ഒരു നേഴ്സ് കസേരയിൽ പാതി മയക്കത്തിലിരിക്കുന്നുണ്ട്. പിടലിയിലും ഉദരഭാഗത്തും വലിയൊരു കെട്ടുള്ളതായി അവന് മനസ്സിലായി. ഗേറ്റ് അടയ്ക്കുവാൻ പോയപ്പോൾ ഉണ്ടായ സംഭവം അവൻ ഭയത്തോടെ ഓർത്തെടുത്തു. ഇരുളിൽ പതുങ്ങി നിന്ന ആ ഭീകരൻ നായയുടെ തന്റെ നേരെയുള്ള കുതിച്ചുള്ള ചാട്ടത്തിൽ താൻ തറയിൽ വീണുപോയി. തന്റെ പിടലിയിൽ കടിച്ചു തൂക്കിയാണ് ആ ജന്തു വെളിയിലേക്ക് കൊണ്ടുപോയത്. ഒന്നുറക്കെ കരയുവാനുള്ള അവസരം മാത്രമാണ് ലഭിച്ചത്. പിന്നീടൊന്നും ഓർമ്മയിൽ ഇല്ല. കാർത്തികേയന്റെ ഞരക്കം കേട്ട് നേഴ്സ് ചാടി എഴുന്നേറ്റു. അവൾ അപ്പോൾ തന്നെ ഇന്റർകോമിലൂടെ എന്തോ പറയുന്നത് കാർത്തികേയൻ കണ്ടു. ഞാൻ എവിടാണ്? ആയാസത്തോടെ അവളോടായി കാർത്തികേയൻ തിരക്കി. ഒന്നും ഭയപ്പെടേണ്ട ചേട്ടാ, ചേട്ടനിപ്പോൾ കാരിത്താസ് ഹോസ്പിറ്റലിലെ ICUവിലാണ്.
ഇപ്പോൾ കൂടുതൽ സംസാരിക്കേണ്ട. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ വാതിൽ തുറന്ന് ഓടിയെത്തി. കാർത്തികേയൻ അപകടനില തരണം ചെയ്ത വിവരം ICUവിന്റെ മുന്നിൽ അക്ഷമരായി നിന്ന മനുവിനോടും ജോമോനോടും വന്ന് ഡോക്ടർ പറഞ്ഞു. ആ സമയത്ത് കാർത്തികേയൻ ഉറക്കെ കരഞ്ഞില്ലായിരുന്നുവെങ്കിൽ തങ്ങൾക്ക് കാർത്തികേയനെ നഷ്ടപ്പെട്ടേനെ. മനു മനസ്സിലോർത്തു. അവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ. മനു വാച്ചിലേക്ക് നോക്കി. സമയം 3:15 AM. മണിക്കൂറുകളായി ജലപാനം പോലും കഴിച്ചിട്ടില്ല. ജോമോനെ, നമ്മൾ ഇതുവരെയും ഒന്നും കഴിച്ചിട്ടില്ല. വെളിയിലുള്ള ഏതെങ്കിലും കടകൾ തുറന്നിട്ടുണ്ടാകും. നമുക്കെന്തെങ്കിലും കഴിക്കുവാൻ കിട്ടുമോ എന്ന് നോക്കാം. ജോമോനോടായി മനു ചോദിച്ചു. മനുവിന്റെ വാക്കുകൾ കേട്ട് ജോമോൻ തലയാട്ടി. ശരിയാണ്, എത്രയോ മണിക്കൂറുകളായി കാർത്തികേയന്റെ വിവരമറിയുവാൻ ഇവിടെ കാത്തിരിക്കുന്നു. മൊബൈൽ ഫോണിലൂടെ കാർത്തികേയന്റെ വിവരങ്ങൾ സൂര്യൻ തിരുമേനിയോട് മനു പറഞ്ഞു. അവർ ഇരുവരും കടകൾ തുറന്നിട്ടുണ്ടോ എന്നറിയുവാൻ ഹോസ്പിറ്റലിന് വെളിയിലേക്കുള്ള വഴിയിലേക്ക് നടന്നു. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡിന്റെ മുറിയുടെ അടുത്തുള്ള പടർന്നു പന്തലിച്ച മാവിനു മറവിലുള്ള ഇരുളിൽ പതുങ്ങിയിരുന്ന ആ ഭീകരൻ നായ മുറുമ്മലോടെ മെല്ലെ കട്ട പിടിച്ച ഇരുളിൽ നിന്നും വെളിയിലിറങ്ങി. ആ ജന്തുവിന്റെ നീണ്ട നാവിൽ നിന്ന് ഉമിനീർ ഒലിക്കുന്നുണ്ട്. ICU ലക്ഷ്യമാക്കിയാണ് ആ നായ നടന്നത്. ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പായി തന്നെ സൂര്യൻ തിരുമേനി ഉണർന്നിരുന്നു. മനുവിന്റെ ഫോൺ അപ്പോഴാണ് വന്നത്. കാർത്തികേയൻ അപകടനില തരണം ചെയ്തുവെന്നറിഞ്ഞപ്പോൾ സൂര്യന് ആശ്വാസമായി. കഴിഞ്ഞ രാത്രിയിലെ ഭീകര സംഭവങ്ങൾ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ സൂര്യൻ തിരുമേനി ഓർത്തു. ആ ഭീകരൻ നായ എന്തിനാകും അവരെ പിന്തുടർന്നത്? മനുവിന് തന്നോട് എന്തൊക്കെയോ പറയുവാനുണ്ടായിരുന്നു. പക്ഷേ ഇല്ലത്ത് കാലുകുത്തുവാൻ പോലും അവന് കഴിഞ്ഞില്ല. അരുതാത്തതു പലതും സംഭവിച്ചിരിക്കുന്നു. മനുവിന് തന്നോട് പറയുവാനുള്ള കാര്യങ്ങൾക്ക് തടസ്സം വരുത്താനെന്ന പോലെ അവന്റെ കൂടെ വന്ന കാർത്തികേയനെ ക്രൂരമായി ആ ഭീകരൻ നായ ആക്രമിച്ചിരിക്കുന്നു. എന്തൊരു ക്രൗര്യമായിരുന്നു ആ നായയുടെ കണ്ണുകളിൽ! ചെന്നായയുടെ ആകാരത്തോടുള്ള അതിന്റെ രൂപം ഭയപ്പെടുത്തുന്നതായിരുന്നു. അക്രമാസക്തനായ ആ ജന്തുവിന്റെ ശരീരം ആരെയും തകർക്കുവാൻ കരുത്തുറ്റതായിരുന്നു. പ്രകൃതി ശക്തിയെപ്പോലും നിയന്ത്രിക്കുന്നതായിരുന്നു ആ ജന്തുവിന്റെ കഴിവുകൾ. നിമിഷമാത്രയിൽ മിന്നൽ പിണരുകളെപ്പോലും സൃഷ്ടിക്കാൻ ഉതകുന്ന മാന്ത്രിക കഴിവുകൾ പോലും ആ ജന്തുവിൽ സന്നിവേശിച്ചിരിക്കുന്നു. ഒരു നോട്ടത്തിൽ തന്നെ ആ നായയിൽ അദൃശ്യമായ ഒരു ആത്മാവിന്റെ സാന്നിധ്യം തനിക്ക് അനുഭവപ്പെട്ടിരുന്നു. പ്രാർത്ഥനയോടെ സൂര്യൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. മുറിയിൽ തന്നെ സ്നാനത്തിനുള്ള സൗകര്യമുണ്ടെങ്കിൽ പോലും ഇല്ലത്തിന്റെ വടക്ക് പടിഞ്ഞാറേ കോണിലെ കുളത്തിലെ തേവാരം നടത്താറുള്ളൂ. അദ്ദേഹം കുളത്തിനരികിലേക്ക് നടന്നു. കുളത്തിലെ പടവുകളിലേക്ക് അദ്ദേഹം ചുവടുകൾ വെച്ചു. ജലത്തിൽ മുങ്ങിയ പടവുകളിൽ അദ്ദേഹത്തിന്റെ പാദങ്ങൾ മുങ്ങി. നല്ല ഹിമം പോലെ തണുത്ത ജലം. കോടിമുണ്ട് അദ്ദേഹം കുളക്കരയിൽ അഴിച്ചുവെച്ചു. കൗപീനധാരിയായി കുളത്തിന്റെ ജലത്താൽ മൂടപ്പെട്ട താഴോട്ടുള്ള പടവുകളിലേക്ക് അദ്ദേഹം ഇറങ്ങി. കഴുത്തൊപ്പം വെള്ളത്തിൽ അദ്ദേഹം നിന്നു. അരയിലെ നരസിംഹ ഏലസിൽ സ്പർശിച്ചു നോക്കി. അരയിൽ ഭദ്രമായി ഉണ്ട്. തലമുറകളായി തറവാട്ടു മാന്ത്രികർ ധരിക്കാറുള്ള രക്ഷയാണ്. പ്രാർത്ഥനയോടെ അദ്ദേഹം മുങ്ങി നിവർന്നു. ഗായത്രി മന്ത്രം അദ്ദേഹത്തിന്റെ നാവുകളിൽ ഉണർന്നു. വീണ്ടും ജലത്തിൽ മുങ്ങി നിവർന്നു. പിന്നീട് അർത്ഥപുണ്യാഹ മന്ത്രം ചൊല്ലി. സൂര്യനെ ആരാധിച്ച് ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കും ജലതർപ്പണം നടത്തി. പടവുകൾ കയറി തേവാരപ്പുരയിലെ അഴയിൽ നിന്ന് അലക്കി ഉണക്കിയ ഒരു കോടിമുണ്ട് എടുത്ത് തട്ടുടുത്തു. ഈറനോടെ അണലിക്കാട്ട് ഭഗവതി ക്ഷേത്രസന്നിധിയിലെത്തി. ശ്രീകോവിലിന് മുന്നിലായി അദ്ദേഹം നിന്നു. നട തുറക്കാറായിരിക്കുന്നു. ഉള്ളിൽ നിന്നും മണിനാദം മുഴങ്ങുന്നുണ്ട്. വിശേഷ അവസരങ്ങളിലെ സൂര്യൻ തിരുമേനി പൂജാകർമ്മങ്ങൾക്കായി ശ്രീകോവിലിൽ പ്രവേശിക്കുകയുള്ളൂ. അല്ലാതുള്ള സമയങ്ങളിൽ ഒരു സ്ഥിരം തിരുമേനിയുണ്ട്. വൃദ്ധനായ ആ തിരുമേനിയുടെ പൂജാവിധികളിൽ ഭക്തർ എല്ലാവരും സന്തുഷ്ടരാണ്. തിരുനട തുറന്നു. സർവാഡംബര വിഭൂഷകയായ ദേവിയുടെ മോഹനരൂപത്തിലേക്ക് കണ്ണും നട്ട് പ്രാർത്ഥനാനിരതനായി സൂര്യൻ തിരുമേനി നിന്നു. മധുരനാദത്താൽ ദേവീസ്തുതി അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ നിന്നും ഒഴുകി.
നമസ്തേ സിദ്ധസേനാനി ആര്യേ മന്ദരവാസിനി കുമാരി കാളികാപാലി കപിലേ കൃഷ്ണപിംഗലേ ഭദ്രകാളി നമസ്തുഭ്യം മഹാകാളി നമസ്തുതേ ചണ്ഡി ചണ്ഡേ നമസ്തുഭ്യം കാരിണീ വരവർണിനി. ആ മനോഹര ശബ്ദത്താൽ പ്രകൃതി പോലും കോരിത്തരിച്ചു നിന്നു. കർപ്പൂരത്തിൻ്റെയും പൂക്കളുടെയും നറുനെയ്യുടെയും സമ്മിശ്ര സുഗന്ധം അവിടാകെ അലയടിച്ചു. ദേവീ വിഗ്രഹത്തിൽ പോലും ഒരു മന്ദസ്മിതം വിരിഞ്ഞുവോ എന്ന് പോലും തോന്നി. ദേവീസ്തുതിയുടെ പാരമ്യത്തിൽ അദ്ദേഹത്തിൻ്റെ യോഗനയനങ്ങൾ തുളുമ്പി. ദേവിയിൽ അർപ്പിതമായ മിഴിയിമകൾ തുറന്നപ്പോൾ ചുറ്റിനും പുലർച്ചെ എത്തിയ ഭക്തർ തന്നെ ഉറ്റുനോക്കി സംഗീതലഹരിയിൽ മുഴുകി പരിസരം പോലും മറന്നു നിൽക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. നേരം പുലർന്നിട്ടില്ല. തുളസിത്തറയിൽ അദ്ദേഹം വിളക്ക് വെച്ചു. പിന്നീട് പൂജാമുറിയിലേക്ക് കയറി. പൂജാമുറിയിലെ വിളക്കുകൾ അദ്ദേഹം തെളിച്ചു. എന്നിട്ട് അദ്ദേഹം യോഗാസനത്തിൽ കാലുകൾ ബന്ധിച്ചു. നിഗൂഢമന്ത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉതിർന്നു. അസ്പർശമായ ഒരു സാന്നിധ്യം സൂര്യൻ തിരുമേനിക്ക് അനുഭവപ്പെട്ടു. വിളക്കിന്റെ നെയ്നാളങ്ങൾ കാറ്റിൽ ഇളകിയാടി. തനിക്ക് മുമ്പായി മൃത്യുവരിച്ച മാന്ത്രികന്റെ സാന്നിധ്യം. സൂര്യ! ആ വിളി കാതുകളിൽ മുഴങ്ങി. അയാളുടെ ഓരോ രൂമകൂപങ്ങളും എഴുന്നിനിന്നു. തൻ്റെ അമ്മാവന്റെ ശബ്ദം. തൻ്റെ മാന്ത്രിക ഗുരുവും അമ്മാവൻ തന്നെ. ആപത് സമയങ്ങളിൽ മാത്രം ആ സാന്നിധ്യം വരാറുള്ളൂ. സൂര്യൻ കാതോർത്തു. അവന്റെ കാതുകളിൽ അമ്മാവന്റെ വാത്സല്യത്തോടുള്ള ശബ്ദം മുഴങ്ങി. മനുവിന് തന്നോട് പറയുവാൻ ബാക്കിവെച്ച സകല കാര്യങ്ങളും അരൂപിയായ അമ്മാവന്റെ ആത്മാവ് തൻ്റെ കർണങ്ങളിൽ പറഞ്ഞു തരുന്നു. എന്തു ചെയ്യണമെന്ന് പോലും അദ്ദേഹം ചെവിയിൽ ഓതുന്നു. എല്ലാ കാര്യങ്ങളും സൂര്യൻ തിരുമേനി അറിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പൂജാമുറിയുടെ വാതിലുകൾ അടച്ചു വെളിയിൽ വന്നു. കിഴക്കേ ചക്രവാളത്തിൽ പ്രകാശം പരന്നിട്ടുണ്ട്. സൂര്യൻ ഉദിക്കുവാൻ തുടങ്ങുന്നു. ഇല്ലപ്പറമ്പിന്റെ മരച്ചില്ലകളിൽ പക്ഷിക്കൂട്ടങ്ങൾ കൂക്കുവിളികളിൽ വ്യാപൃതരായിരിക്കുന്നു. ധാരാളം സന്ദർശകർ വെളിയിലുണ്ടായിരുന്നു. ഇവരെയെല്ലാം കണ്ടിട്ട് വേണം കാർത്തികേയനെ ഹോസ്പിറ്റലിൽ പോയി കാണേണ്ടത്. സൂര്യന്റെ കണ്ണുകൾ സന്ദർശകരിലൂടെ പരതി. പെട്ടെന്ന് സന്ദർശകരുടെ ഇടയിൽ ഒരാളിൽ അയാളുടെ കണ്ണുകൾ ഉടക്കി. കറുത്ത ബലിഷ്ഠനായ ഒരു മനുഷ്യൻ. കഴുത്തിൽ രുദ്രാക്ഷമാല, നീണ്ട താടിരോമങ്ങൾ, കാവി പുതപ്പ് പുതച്ചിരിക്കുന്നു. തന്നെ നോക്കി അദ്ദേഹം ചിരിച്ചു. നിരയൊത്ത പല്ലുകൾ. സൂര്യന്റെ കണ്ണുകളും ആ മനുഷ്യന്റെ കണ്ണുകളും കൂട്ടിമുട്ടി. സൂര്യന്റെ ഹൃദയത്തിലേക്ക് ആ നയനങ്ങളുടെ തീക്ഷ്ണത ഒരു ചാട്ടുളി പോലെ തറഞ്ഞു കയറി. കാരിത്താസ് ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റിയുടെ മുന്നിലൂടെയാണ് ആ കറുത്ത മനുഷ്യൻ നടന്നുപോയത്. വളരെ ധൃതിയിലുള്ള നടത്തം. ബലിഷ്ഠമാണ് ആ ദേഹം. നിൽക്കൂ, എവിടേക്കാണ്? സെക്യൂരിറ്റി ഓടി വന്ന് അദ്ദേഹത്തെ തടഞ്ഞു. തടയരുത്, എനിക്ക് പോയേ പറ്റൂ. മന്ദഹാസത്തോടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇവിടെ പകലുപോലും ആരെയും കടത്തിവിടാറില്ല. നിൽക്കൂ. ഉറക്കം നഷ്ടപ്പെട്ട ദേഷ്യത്തോടാണ് സെക്യൂരിറ്റി പുലമ്പിയത്. ആ കറുത്ത മനുഷ്യൻ അവിടെ നിന്നു. ആ മനുഷ്യൻ കയ്യിലെ ഭാണ്ഡം ശരിയായി തോളിലിട്ടു. സെക്യൂരിറ്റിയെ നോക്കി ചിരിച്ചു. എന്തു ചെയ്യാം, എനിക്ക് പോയേ പറ്റൂ. അദ്ദേഹം കൈകൾ ഉയർത്തി. സെക്യൂരിറ്റിയുടെ കണ്ണുകൾ അടഞ്ഞു. ഇരുന്നുറങ്ങിയ കസേരയിലേക്ക് വായുവിലൂടെ അയാൾ പറന്നിറങ്ങി. വീണ്ടും അയാൾ ഗാഠനിദ്രയിൽ വീണു. അദ്ദേഹം മുന്നോട്ട് കുതിച്ചു. ഐസിയുവിന്റെ മുന്നിൽ അദ്ദേഹം നിന്നു. ഐസിയുവിന്റെ മുന്നിലുള്ള ഇരിപ്പിടങ്ങൾ തകർത്തുകൊണ്ട് വീഴുന്ന ആ നായയെ കണ്ടാണ് മനുവും ജോമോനും വെളിയിൽ നിന്ന് വന്നത്. മോങ്ങലോടെ തറയിൽ നിന്ന് നായ ചാടി എഴുന്നേറ്റു. അവരെ രണ്ടുപേരെയും തീക്ഷ്ണമായി നോക്കിയതിനു ശേഷം ആ നായ ഇരുളിലേക്ക് മറഞ്ഞു.